എല്ലാവർക്കും വെൽക്കം. ഇന്ന് ലൈവ് ഇടണ്ടെന്ന് വിചാരിച്ചോ, പക്ഷേ ഇന്നിട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല. ഇന്ന് ഇടണം. അതുകൊണ്ട് തന്നെയാണ് ഇന്നിട്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വാലറന്റ് കളിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പുതിയ കുറേ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇന്ന് ഇട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈവ് ഇട്ടത്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇന്ന് രഘുലിനെ ലീവ് എടുപ്പിച്ച് വീട്ടിലിരുത്തിയേക്കുവാണ്. അവൻ്റെ 150 ദിറംസ് ഇന്ന് കട്ടായി. ഹലോ 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 ലൈവാണേ ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. സോ നമ്മളെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. പറഞ്ഞിട്ട് ലൈവ് ഇടാമെന്ന് വിചാരിച്ചു. കേരളത്തിൽ ആരൊക്കെ ചുമപ്പെത്തണം പച്ച എത്തണം എന്ന് ചില ആൾക്കാർ തീരുമാനിക്കുമെന്ന് ഇന്നലെ നമുക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. കേരളത്തിൽ ഇനി തൊട്ട് ആരൊക്കെ അസെൻഡൻ്റ് അടിക്കണം, ആരൊക്കെ ഇമ്മോർട്ടൽ അടിക്കണം എന്ന് അവർ തീരുമാനിക്കും. അതിനനുസരിച്ച് കളിച്ചാൽ മതി, അല്ലെങ്കിൽ സോറി പറയണമെന്ന്. അതാരായിരുന്നല്ലോ നിനക്ക് അയച്ച AJRലെ സ്പാർട്ടനോ? സ്പാർട്ടൻ അയച്ച മെസ്സേജാണ്. ഇനി കേരളത്തിൽ സ്ക്രീൻഷോട്ട് മറ്റേ ഹെഡൊക്കെ അയച്ച മെസ്സേജാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഉണ്ട്. അപ്പോൾ പിന്നെ അവർ തീരുമാനിക്കട്ടെ. അതുകൊണ്ട് രാവിലെ തൊട്ട് ഞാനങ്ങ് അവസരം കൊടുത്തതാണ്. ഞാനങ്ങ് കൊടുക്കുക. അവർ തീരുമാനിച്ചോട്ടെ ആരൊക്കെ അസെൻഡൻ്റ് അടിക്കണം, ആരൊക്കെ ഇമ്മോർട്ടൽ അടിക്കണമെന്ന് അവർ തീരുമാനിക്കട്ടെ കേട്ടോ. അവരങ്ങ് തീരുമാനിച്ചോട്ടെ. ബാക്കി നമുക്ക് നോക്കാം. അല്ല, എനിക്കിത് സോൾവ് ആക്കണ്ട. കാരണം ഗൈസ് ഞാൻ പറയാം, 1.5 വർഷം മുമ്പ് റാങ്ക് വിഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ അത്രയും ഹേർട്ട് ചെയ്ത കുറച്ച് എണ്ണം അതിനകത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അതിൽ എല്ലാവരോടും റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. അവരുടെ അടുത്തുള്ള റെസ്പെക്റ്റ് എനിക്ക് എന്നും ഉണ്ടാവും. ഇല്ലാത്തവന്മാരോട് ഈ പട്ടി വിലയായിരിക്കും എനിക്ക് എന്നും. മനസ്സിലായോ? ഈ പട്ടി വില തന്നെ ആയിരിക്കും ബാക്കിയുള്ളവന്മാരോട്. അതുകൊണ്ട് എനിക്ക് വേറെ ഇതൊന്നും പറയാനില്ല. ആൻഡ് തന്തയുടെ വകയൊന്നും അല്ലല്ലോ ഇവൻ്റെ ഒന്നും വാലറന്റ്. ഇവനൊക്കെ റാങ്ക് തീരുമാനിക്കാൻ, ഇവൻ പറയുന്ന റാങ്കിൽ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി അവരുടെ ഒറിജിനൽ അക്കൗണ്ടിൽ സ്ട്രീം സ്നൈപ്പ് ചെയ്ത് ഓപ്പോസിറ്റ് വരും, അല്ലെങ്കിൽ ക്യൂ സ്നൈപ്പ് ചെയ്ത് ഓപ്പോസിറ്റ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അങ്ങ് ചെയ്തോട്ടെ, ഒരു പ്രശ്നവുമില്ല. നമുക്കൊരു പ്രശ്നമില്ല. ഞാൻ രാവിലെ തൊട്ടിരുന്നും കളിക്കാൻ പോകണം. ഇനി ഞാൻ ഇരുന്ന് കളിക്കാൻ പോകണം. അല്ലാതെ ഞാൻ ഒരു കുണ്ണയോട് ഞാൻ സോറി പറയത്തില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്നോട് ആ ക്ലാനിനെ റെപ്രസെൻ്റ് ചെയ്ത് എന്നെ ഉപദ്രവിച്ചവന്മാർ എന്നോടെന്നാ സോറി പറയാഞ്ഞ് എന്താ? ഇത്ര 1 വർഷമായല്ലോ, എന്നോട് പേഴ്സണലി ഒരാൾ സോറി പറഞ്ഞിട്ടില്ലല്ലോ. എന്താ സോറി പറയാഞ്ഞ്? 1 വർഷമായല്ലോ ഇൻസിഡന്റ് നടന്നിട്ട്, എന്നിട്ട് എന്നോട് എന്താ സോറി പറയാഞ്ഞ്? നമ്മൾ തിരിച്ചു പറയണം. നിന്റെ തന്തയോട് പറഞ്ഞാൽ മതി സോറി പറയാൻ, കേട്ടടാ പുണ്ടച്ചി മോനെ. പിന്നെ നിന്റെ അടുത്തൊക്കെ സോറി പറയാം. നീയൊക്കെ ആരാന്നറിഞ്ഞില്ലേ? നീയൊക്കെയാണല്ലോ വാലറിന് ഉണ്ടാക്കി വെച്ചേക്കണേ. നീയൊക്കെ മറ്റേ ഒറിജിനൽ അക്കൗണ്ടിൽ സ്ട്രീം സ്നൈപ്പ് ചെയ്ത് വാ, എന്നിട്ട് അല്ലെ ഓപ്പോസിറ്റ് വാ. പുല്ല് വിലയായിരിക്കും നിനക്ക് തരുന്നത്. ഒരു കളി തോക്കും, അത്രയല്ലേ ഉള്ളൂ. നീയൊക്കെ എത്ര കളി വരും? നീയൊക്കെ എത്ര മണിക്കൂർ ഇരിക്കും ഒരു ദിവസം? എത്ര മണിക്കൂർ ഇരിക്കും? ഞാൻ ഇരിക്കും ഇവിടെ. ഞാൻ ഇരുന്നോളാം. അതെനിക്കൊന്ന് കാണണോളാം. നീയൊക്കെ മറ്റേ ഇത് ചെയ്ത് മറ്റേ അങ്ങ് ഇതാക്കണമെന്ന് എനിക്ക് കാണണം. നിൻ്റെയൊക്കെ വെല്ലുവിളി ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. പബ്ലിക്കലി ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. അവൻ്റെയൊക്കെ കുണ്ണ ഇതിനെ പറ്റി താങ്ക് യു. ഏതാ കൺസൻസി വിഷയം താങ്ക് യു ജോക്കർ ബ്രോ. താങ്ക് യു സോ മച്ച്. 10 ഖത്തർ റിയാൽ. ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. അണ്ണൻ്റെ മോർണിംഗ് വിഷ് കണ്ട്, അണ്ണൻ്റെ മാരേജ് വിഷ് കണ്ട് ഫാമിലി എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പ് കൊന്നത് ബ്രോ താങ്ക് യു സോ മച്ച്. 40 ബ്രോ താങ്ക് യു. എല്ലാവരും ഹാപ്പി ആണല്ലേ? എടാ ആ മെസ്സേജ് എങ്ങനെയായിരുന്നടാ? അതല്ല അതിന് മുമ്പത്തെ ഒരു സെക്കൻഡ്, ഒരു സാധനം വായിച്ച് കേൾപ്പിക്കാവേ നിങ്ങളെ. ഒരു മെസ്സേജ് വായിച്ച് കേൾപ്പിച്ച് കാണിച്ചു, ഒരു കോൺവെർസേഷൻ വായിച്ച് കേൾപ്പിച്ച് കാണിച്ചു തരാം. കേട്ട് നോക്കണേ. ഇല്ല ജോക്കി, അത് പറഞ്ഞിട്ടേ തുടങ്ങത്തുള്ള ജോക്കി. അത് വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ ഈ ലൈവ് തുടങ്ങുള്ളേ. പറഞ്ഞു തീർക്കാൻ തന്നെ അങ്ങേര് സോറി പറയാണ്ട് ഇത് തീരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ലൈവിൽ ഇത്രയും പേരുടെ ഫ്രണ്ടിൽ വെച്ച് നമ്മളെ വിളിച്ചതല്ലേ, ഞാൻ അങ്ങേരുടെ പിറകെ പോയിട്ടില്ല. ഇനി AJRലുള്ള എല്ലാവനും കുത്തിയിരുന്ന് അടിക്കും. അങ്ങേർക്ക് തൊടാൻ പറ്റൂല. നിന്നെയൊക്കെ തൊട്ടിട്ട് വേണം എൻ്റെ വാലറൻറ്റിൻ്റെ ഇത് ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് കാശ് കൊടുത്ത് മേടിച്ച വാലറൻറ്റ് അക്കൗണ്ട് എൻ്റെ PC-ക്കകത്ത് ഞാൻ ഇരുന്ന് കളിക്കുന്നതിന് നിന്നെ പോലത്തെ പൊളവാണങ്ങളുടെ പെർമിഷൻ വേണം എനിക്ക്. നീയൊക്കെയാണോ റാങ്ക് തീരുമാനിക്കുന്നത്? ഓപ്പോസിറ്റ് വന്നിരുന്ന് ഊമ്പടാ. നിനക്കൊക്കെ അതേ പറ്റുള്ളൂ. അല്ലാതെ നിനക്കൊന്നും വേറൊന്നും ചെയ്യാനുള്ള കഴിവില്ല. മനസ്സിലായേ?
നീയൊക്കെ അങ്ങനെ ഇരുന്ന് നീ അങ്ങനെ ഇരിക്കുക, അതേ നിന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. ഒരു റിഗ്രറ്റേ ഉള്ളു, ഇവന്മാരെ പോലത്തെ കുറെ അമ്മമാരുടെ അടുത്ത് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കാണിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കി പോയി. അല്ലാതെ വേറെ വിഷമമൊന്നുമില്ല. ഞാൻ ഹെഡയല്ല, അങ്ങനെ ഒരാളില്ലെന്ന്. എടാ ഗാരിക്സ് ഗെയിമിംഗ് ആണോ ഹെഡാ? ഈ ഗാരിക്സ് ഗെയിമിംഗ് ആണോ? വീണ്ടും PC ഗെയിംസ് കളിച്ച് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ. മേക്കിംഗ് സ്റ്റോറി, താങ്ക് യു സോ മച്ച്. 40, താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് ഫക്കിംഗ് ഗോ ഗാങ്. ഈ മെസ്സേജ് ഇപ്പോൾ അയച്ചത് സ്പാർട്ടനാണ് ബ്രോ. സ്പാർട്ടൻ്റെ മെസ്സേജാണ് നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ആൻഡ് അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ജോക്കിയുടെ ലൈവിൽ ഞാൻ മറ്റേ അവന്മാരെ ചീത്ത വിളിച്ചതിന് ഞാൻ സോറി പറയണമെന്ന്. എല്ലാരെ പൊക്കി. ഈ ഹെഡ ഉണ്ടല്ലോ, ഇവനും സ്ട്രീം സ്നൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഇവന് സ്ട്രീം സ്നൈപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാരെയും പൊക്കി കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഹെഡയുടെ തലയിൽ വെച്ചു കൊടുത്തു എല്ലാം കൂടെ. എന്നിട്ട് ഇപ്പം ഞാൻ ആരെയും ഒരു ഇതും പറയണില്ല, പക്ഷെ കൂട്ടത്തിൽ ഇരുന്ന് ചെയ്തവന്മാരെ എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം ഗൈസ്. ഇത്രയും വർഷമായി, ഒരു വർഷമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ റിവീൽ ചെയ്യാൻ, നിങ്ങൾ ഓരോരുത്തരും വാലോറൻ്റെ ലൈവ് സ്ട്രീം ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും നമ്മൾ ഈ സ്ക്രീമിനെ പറ്റി പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പേര് റിവീൽ ചെയ്യുമെന്ന്. ഞാൻ പേര് റിവീൽ ചെയ്തിരുന്ന കാര്യം ഇതാണ്, മനസ്സിലായ? ഞാൻ പേര് റിവീൽ ചെയ്തിരുന്ന കാര്യം ഇതുകൊണ്ടാണ് ഗൈസ്. ലാസ്റ്റ് എല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് എടുത്തിട്ട് വെച്ച് തരും. ഇത്രയും ഉപദ്രവിച്ചിട്ടും ഞാൻ ഇതുവരെ റിവീൽ ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. പക്ഷെ ഇവന്മാർക്ക് കഴപ്പ് വേറെയാണ്. ജോക്കിയുടെ ലൈവിൽ ദൈവം വണ്ണെന്ന് പേരിട്ടുകൊണ്ട് വന്ന് ഈ AGRൽ എല്ലാവരെയും ഞാൻ അറിയണോ? അല്ല, AGRൽ എല്ലാവരെയും അറിയാൻ വേണ്ടിയിട്ട് AGR എന്താ എനിക്ക് മനസ്സിലായില്ല ഇപ്പോഴും. AGRലെ എല്ലാ ക്ലാനിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും പേര്, ഇൻഡിവിജ്വൽ പേര് ഞാൻ പഠിച്ചു വെക്കണോ? അവൻ ദൈവം വണ്ണെന്ന് പേരിട്ടുകൊണ്ട് വന്നാലും അണ്ടി വണ്ണെന്ന് പേരിട്ടുകൊണ്ട് വന്നാലും ഞാൻ അവനെ ചാറ്റിൽ നിന്ന് മനസ്സിലാക്കണം AGRലുള്ളതാ എന്ന് ഞാൻ മനസ്സിലാക്കണോ? എനിക്ക് എങ്ങനെ അറിയാം AGRലുള്ളതാണെന്ന്? എനിക്കറിഞ്ഞൂടെ അവൻ AGRലുള്ളതാണോ എന്നൊന്നും. ഞാൻ ജോക്കിയുടെ കമൻറ്റ് സെക്ഷനിൽ ഞങ്ങൾ AGRനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന് സംസാരിച്ചു ഏതോ ഒരുത്തൻ എന്നുള്ള രീതിയിലാണ് ഞാനത് സംസാരിച്ചത്. അല്ലാതെ AGRലുള്ളതാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ അവൻ, മനസ്സിലായ? AGRലുള്ളവനാണെന്നൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ഇനി ആണെങ്കിലും ഒരു കുണ്ണയില്ല, മനസ്സിലായ? എനിക്കൊരു കുണ്ണയില്ല AGRലുള്ളതാണെങ്കിലും. അവന്റെ നിനക്കൊക്കെ സോറി അണ്ടി പറയാൻ ഞാൻ. അതുപോലെ ഒരുത്തൻ വാട്സപ്പിൽ ഒന്ന് ഡയലോഗ് അടിക്കുമ്പോളേ വീട്ടിന്റെ പുറത്തൊക്കെ ഇറങ്ങണേ, അപ്പം തന്നെ അറിയാം പുറത്ത് എന്താന്നൊക്കെ നടക്കുന്നെന്ന് പറഞ്ഞിട്ട്. മയിര് ബ്ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുന്ന ആളി ആ കുണ്ണയെ. ഞാൻ നോക്കിയപ്പോ നീ ആ മെസ്സേജ് അയച്ചപ്പോ ഞാൻ അവന്റെ അടുത്ത് നോക്കിയപ്പോ ഹലോ ബ്രോ, ഐ ആം ഫ്രം ഇൻസ്റ്റൈൽ അക്കാഡമി, പ്രൊമോഷന് വേണ്ടി മെസ്സേജ് അയക്കുന്നതാണ്. വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോ രാവിലെ ചീത്ത വിളിച്ചല്ലേ ഞാൻ അവന്റെ മെസ്സേജ് ഇൻബോക്സിൽ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോ ഞാനൊരു പ്രൊമോഷന് വേണ്ടി മെസ്സേജ് അയക്കുന്നതാണ്. We can make animes in India. I want to talk about promotion.